പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 47. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെസഹ വ്യാഴാഴ്ചയിലാണ്, മൂണ്ടി തേഴ്സ്ഡേ. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയും വിശുദ്ധ കുർബാനയും നമുക്ക് ലഭിച്ച ധന്യമായ രാത്രി. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ? അപ്പോൾ ഗുരു ഒരു പാത്രം വെള്ളമെടുത്ത് ശിഷ്യൻ്റെ കൈകൾ കഴുകാൻ തുടങ്ങി. ശിഷ്യൻ പരിഭ്രമിച്ച് കൈകൾ പിൻവലിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, കൈകൾ ഉയർത്തിപ്പിടിച്ച് ഭരിക്കുന്നവനേക്കാൾ കൈകൾ താഴ്ത്തി മറ്റുള്ളവരുടെ അഴുക്ക് കഴുകിക്കളയുന്നവനാണ് യഥാർത്ഥ വലിയവൻ. ട്രൂ ഗ്രേറ്റ്നസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ഹാൻഡ്സ് ദാറ്റ് റൂൾ ബട്ട് ഇൻ ദ ഹാൻഡ്സ് ദാറ്റ് വാഷ്. യേശു ഇന്ന് ആ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. പെസഹായുടെ പ്രധാന സന്ദേശങ്ങൾ. ഇന്ന് നാം അനുസ്മരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം പാദശാലനം, വാഷിംഗ് ഓഫ് ദ ഫീറ്റ്. അത്താഴത്തിനിടയിൽ യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു. I have given you an example. ഇത് വിനയത്തിൻ്റെ, ഹ്യൂമിലിറ്റി വലിയൊരു പാഠമാണ്. സ്നേഹമെന്നത് വെറുമൊരു വാക്കല്ല, അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കലാണ്. 2, പെസഹ അപ്പവും വീഞ്ഞും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോളി എവിക്കാരിസ്റ്റ്. യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു നൽകി പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ഫോർ യു. കുർബാന എന്നാൽ നന്ദി പ്രകാശനം എന്നാണ് അർത്ഥം. തൻ്റെ ജീവൻ നമുക്കായി പങ്കുവെച്ച യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണത്. 3ാമത്തെ കാര്യം, പെസഹ അപ്പത്തിൻ്റെ പ്രാധാന്യം. ദി സിഗ്നിഫിക്കൻസ് ഓഫ് പെസഹ അപ്പം. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ നമ്മൾ എവിടെയാണെങ്കിലും പെസഹ അപ്പം, ഇൻട്രിയപ്പം മുറിക്കുന്നത് വലിയൊരു പാരമ്പര്യമാണ്. പുളിക്കാത്തി അപ്പം, അൺലെവൻഡ് ബ്രെഡ്, വിശുദ്ധിയെയും വിനയത്തെയും സൂചിപ്പിക്കുന്നു. കുടുംബനാഥൻ അപ്പം മുറിച്ചു നൽകുന്നത് ക്രിസ്തുവിൻ്റെ ബലിയുടെയും കുടുംബത്തിലെ ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ബ്രേക്കിംഗ് ദ ബ്രെഡ് ഈസ് എ സൈൻ ഓഫ് യൂണിറ്റി ആൻഡ് ഷെയർഡ് ലവ്. നമ്മുടെ വീടുകളിൽ ഇന്ന് പെസഹ അപ്പം മുറിക്കുമ്പം അത് വെറുമൊരു ചടങ്ങായി മാറ്റരുത്. ഡോണ്ട് ലെറ്റ് ഇറ്റ് ബി ജസ്റ്റ് എ റിച്വൽ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ പൊളിപ്പ് മാറ്റിവെച്ച് വിനയത്തോടെ ഒരുമിച്ചിരിക്കാം. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റാം. യേശു തൻ്റെ ശത്രുവായ യുദാസിൻ്റെ കാലുകൾ കഴുകി എന്ന് ഓർക്കണം. ഇഫ് ജീസസ് കുഡ് വാഷ് ദ ഫീറ്റ് ഓഫ് ജൂദാസ്, can we not forgive our beloved one? മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു ഹൃദയം ഇന്ന് നമുക്ക് സ്വന്തമാക്കാം. മുറിക്കപ്പെടുന്ന അപ്പവും കുനിയുന്ന സ്നേഹവുമാണ് ക്രിസ്ത്യൻ ജീവിതം. ക്രിസ്ത്യാനിറ്റി ഈസ് about being broken for others and stooping down in love. ഈ പെസഹ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഏവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. മോണ്ടി തേഴ്സ്ഡേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.